നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് ഞാൻ തോന്നുന്നു കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതെനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനുള്ള ഒരു ചെറിയൊരു മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ ആൾക്കിപ്പോൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല, മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുഞ്ഞിനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇഷ്ടത്തോടു കൂടി നോക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടെ ദേഷ്യം വരുന്നു. അപ്പോൾ നമുക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാനായിട്ട് എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ലീഗൽ വശങ്ങളൊക്കെ പറയാനായിട്ട് എനിക്കറിയില്ല. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല. പിന്നെ ഇത്തരം ഒരു കാര്യത്തിനൊക്കെ ഒരു ലീഗൽ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമുക്കറിയാം ഒരുപാട് ചേഞ്ചസ് വന്ന് നമ്മുടെ മൈൻഡൊക്കെ ആകെപ്പാടെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡ് ഫാമിലിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുള്ളി നമ്മളൊന്ന് റിക്കവർ ആകാൻ വേണ്ടി നമുക്ക് ആകെ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും, അതായത് പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും, അതുപോലെ തന്നെ സ്വന്തം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും, അതുപോലെ അവരുടെ ഒരു സഹകരണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്ത് ലീഗൽ സപ്പോർട്ടാണ് ആവശ്യമുള്ളത്? നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുന്നത്ര കാലം നിൽക്കാൻ പറ്റുള്ളൂ. അതായത് അവർ ചിലരുണ്ട് നിർബന്ധിച്ച് 3 മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയിക്കോണം എന്ന് പറഞ്ഞ് കൊണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരായിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതല്ല, മോൾക്ക് എത്ര നാൾ വേണേലും നിൽക്കാം, ഹസ്ബൻഡിൻ്റെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. നമുക്കിടെ മൈൻഡ് അപ്പം തന്നെ പകുതി ശരിയാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം. കാരണം ചില ഹസ്ബൻഡ്മാർക്ക് ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാവും. അതായത് ഇന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരാളാണ്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് എല്ലാം ഒന്ന് ഓക്കെ ആയി ആളുടെ മൈൻഡൊക്കെ ശരിയായിട്ട് കുഞ്ഞിനെയും ബെറ്ററായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്ര കാലം വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ നിൽക്കാം. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്കൊരു ടെൻഷൻ, അല്ലെങ്കിൽ നമുക്കത് ആലോചിക്കുമ്പോഴേ ഒരു ആവലാതി വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഞാൻ പറയാം, ഇൻക്ലൂഡിങ് മീ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് പറിച്ച് നടുവാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര ഫ്രീഡം ഹസ്ബൻഡ് വീട്ടുകാർ തന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഫ്രീഡം എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടാവും. വളരെ റെയറായിട്ട് കേട്ടോ എല്ലാ ഫ്രീഡം എടുക്കുന്നവർ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സ്വാതന്ത്ര്യവും എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ചെന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല കംപ്ലീറ്റ്ലി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പം നമ്മുടെ മനസ്സ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതുകൊണ്ടായിരിക്കാം, അറിയില്ല എന്താണ് റീസൺ എന്നുള്ളത്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് എല്ലാ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ അവരെ പണിയെല്ലാം അവർ ചെയ്യുന്നു, പിള്ളേരെല്ലാം ഫ്രീ ആയിട്ട് വിടുന്നു. നോർമലി എല്ലാവരും അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഹസ്ബൻഡ് വീട്ടിൽ ചെല്ലുമ്പോഴും ഇതേ ഫ്രീഡം അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാനത് യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്കത് മൊത്തമായിട്ട് അങ്ങ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ഇത് വലിച്ച് നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനാണ് പെൺകുട്ടികളെ എപ്പോഴും ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകുന്ന ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഒരു തലവേദനയാക്കി മാറ്റുന്നത്. നമുക്കറിയാം ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഫ്രീഡം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഫിസിക്കലി കുറച്ച് വീക്കും കൂടെയാണ് ആഫ്റ്റർ ഡെലിവറി എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ട് തന്നെയാവും. അപ്പോൾ ഇതിന് വേറെ ലീഗൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ വീട്ടുകാരുടെ നല്ല സപ്പോർട്ടും ഉണ്ട്, ഹസ്ബൻഡ് സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം, അത് മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം എന്നോട് ചോദിച്ച ആൾക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം അറിയാൻ ആഗ്രഹമുള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമായിരുന്നു. എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ വലിയ അഡ്വൈസറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായതുകൊണ്ട്
പറഞ്ഞതിൽ വല്ല തെറ്റുകളും ഉണ്ടോ എന്നറിയില്ല. എനിവേസ് നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.